ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞൊരു പ്രശ്നമായിരുന്നു. സെൻറ്റാർച്ചൂർ അല്ലെങ്കിൽ എംടി മാനേജർ പോലുള്ള ഫയൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആക്സസ് ഡിനൈഡ് ആണ് പ്രോബ്ലം വരിക. അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിൽ ഡാറ്റ ഫോൾഡറിൽ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതിരിക്കുക. അപ്പോൾ തന്നെ ഡാറ്റ ഫോൾഡറിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെ ആക്സസ് ഡിനൈഡ് കറക്റ്റ് ആയിട്ട് കാണിക്കും. പിന്നെ അതുപോലെ വേറെ പറഞ്ഞ ടൈപ്പ് ഓഫ് കോപ്പി പേസ്റ്റ് ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇത് മൊത്തം ഇന്ന് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ടി ഷിസൂക്കി സെറ്റപ്പ് ചെയ്താൽ മതി. ഷിസൂക്കി സെറ്റപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറും. അപ്പോൾ ഷിസൂക്കിയുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും എങ്ങനെ ഷിസൂക്കി സെറ്റപ്പ് ചെയ്യാനും ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് അതിന് എങ്ങനെ ഷിസൂക്കി ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഷിസൂക്കി ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. കാരണം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഷിസൂക്കി ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഷിസൂക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എങ്ങനെ എടുത്തിട്ട് ചാനൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുക. ശേഷം നിങ്ങൾ മേലെ നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ ഉണ്ടാവും. ഈ ഒരു സെർച്ച് ബാറിൽ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു അറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു അറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഹാക്കർ അജു ജസ്റ്റ് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. ഓക്കെ, ഹാക്കർ എന്നിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ അജു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും. ഓക്കെ, മേലത്തെ കാണും ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചാനൽ കിട്ടും. ഈ ഒരു സെയിം ചാനൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. വേറെ ഫേക്ക് ചാനലൊക്കെ കാണാൻ സാധിക്കും. അതിലൊന്നും നിങ്ങൾ കയറാൻ നിൽക്കരുത്. ഈ ഒരു സെയിം ചാനൽ തന്നെ ജോയിൻ ചെയ്യുക. താഴെ നിങ്ങൾക്ക് ജോയിൻ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ടെലിഗ്രാമിൽ എത്തിയതിനു ശേഷം നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ മേലെ നിങ്ങൾക്കൊരു ഹാക്കർ അജു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പിന്നീട് മെസ്സേജ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നീട് മെസ്സേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ആ പിന്നീട് മെസ്സേജ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോസ്റ്റ് നമുക്ക് പോകണേക്കാരം. ശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും ഫയൽസ് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. അതിനോട് ലിങ്ക് കാണാൻ പറ്റും. ഈ ലിങ്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ആ ലിങ്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചാനലിലേക്ക് പോകണേക്കാരം. ഈ ഒരു ചാനൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷിസൂക്കി പറഞ്ഞ APK നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോഡ് ആയതിനു ശേഷം ഡൗൺലോഡ് ആവണേക്കാരം. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്താൽ സിമ്പിളായിട്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശേഷം എന്താ അങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിസൂക്കി പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ പെയറിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പെയറിംഗ് വരിക. അതിന് ശേഷം നിങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻസ് ആണ്. ടൈം ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ ടാപ്പ് ചെയ്തതിന് ഇതേപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഓൺ ആയുള്ള ഓപ്ഷൻ ടൈം ജസ്റ്റ് ഓൺ ആക്കിയിട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിച്ചാൽ മതി. ബാക്ക് അടിച്ച് താഴെ കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻസ് പറഞ്ഞാൽ ഈ ഓപ്ഷൻ. ഈ ഡെവലപ്പർ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ എനിക്കിവിടെ ഡയറക്റ്റ് ഡെവലപ്പർ ഓപ്ഷൻക്കാണ് പോയത്. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പോയിക്കോളുന്നില്ല. കാരണം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കണം. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം വെച്ചാൽ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ബിൽഡ് നമ്പർ ഒരു 4-5 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ CIനോടൊക്കെ ചോദിച്ചു നോക്കുക എങ്ങനെയാണ് ടു എനേബിൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ പേര് അതായത് നിങ്ങളുടെ ഡിവൈസിൻ്റെ പേരിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈസിൽ എങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. കാരണം ബിൽഡ് നമ്പർ എന്നുള്ളത് പല ഫോണിലും പല ഐറ്റേക്കാരും. ഓക്കെ, ചിലയിൽ വെർഷൻ കോഡ് നീക്കാറും ചിലയിൽ എന്താ പല സീരിയൽ നമ്പർ അങ്ങനത്തെ എന്തെങ്കിലും രീതിക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ പല ഫോണിൽ പല രീതിക്ക് കഴിക്കാറ്. ചിലയിൽ കറക്റ്റായിട്ട് ബിൽഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബിൽഡ് നമ്പർ എന്നുള്ളതിന് പല ഫോണിൽ പല ടൈപ്പ് ഓഫ് നെയിം വെക്കാറുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ സാധനത്തിൽ ഒരു 5-8 വട്ടം ടാപ്പ് ചെയ്താൽ നിങ്ങൾ ഡെവലപ്പർ മോഡ് ആയി. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻ ആയി. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് അടിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡിവൈസിൽ എങ്ങനെയാണ് ഡെവലപ്പർ മോഡ് ഓൺ ആക്കുക എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഡെവലപ്പർ മോഡ് എങ്ങനെ ഓൺ ആക്കുക എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ഈ ബാക്കിയുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ശേഷം ഡീബഗിങ് വന്നതിന് ശേഷം അത് ഓക്കെ കൊടുത്തതിനാൽ ഡീബഗിങ് ഓൺ ആവണേക്കാരം. വേറെ ഒന്നും ഇവിടെ കാട്ടാനൊന്നുമില്ല. ശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും വയർലെസ് ഡീബഗിങ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഓൺ ആക്കിയിട്ടോ. ഓക്കെ, ശേഷം ഈ ഒരു സംഭവത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതായത് വയർലെസ് ഡീബഗിങ് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ഇതേപോലെ വരും. ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും പെയർ വിത്ത് പെയറിംഗ് കൂടി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇതുമായി ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് മേലെ നിങ്ങൾക്ക് ഒരു പെയറിംഗ് കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ പെയറിംഗ് കോഡ് ആയിട്ടുള്ള ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഒരു കോഡ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് പലർക്കും പല ടൈപ്പ് കോഡ് അയക്കാറ്. അത് അടിച്ചു കൊടുത്തതിന് ശേഷം മേലെ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിസൂക്കി കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മണിയുള്ള ഷിസൂക്കി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കും. ഓക്കെ, ബാക്ക് അടിച്ചതിന് ശേഷം 78 ഓക്കെ നമ്മൾ ബാക്ക് അടിച്ച നേരം ഷിസൂക്കി പറഞ്ഞ ആപ്പിൽ നമ്മൾ ഷിസൂക്കി ആപ്ലിക്കേഷനിൽ പോകുക. എന്നിട്ട് ഇവിടുന്ന് ബാക്ക് അടിച്ച ശേഷം താഴെ നിങ്ങൾക്ക് സ്റ്റാർട്ട് പറഞ്ഞ സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ആ സ്റ്റാർട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡായ ശേഷം ഷിസൂക്കി ഇവിടെ റൺ ആവണേക്കാരം. ഓക്കെ, അപ്പോൾ ഇത്ര മണിയുള്ള ഷിസൂക്കി റൺ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ZRC വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ZRC കയറിയതിന് ശേഷം മേലെ 3 ഡോട്ട് കാണാൻ പറ്റുക. 3 ഡോട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. 3 ഡോട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട് പറഞ്ഞിട്ട് ആ റൂട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് മേലത്തെ ടൈപ്പ് റൂഫ് ഉണ്ടല്ലോ അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഷിസൂക്കി പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ 2 സാധനം ഉണ്ടല്ലോ രണ്ടും നിങ്ങൾ ഓൺ ആക്കിയിടും. ഓക്കെ, 2 ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ല. ആക്സസ് ഡിനൈഡ് ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ.